നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നീ ഇന്നലെ കള്ളു കുടിച്ചിട്ടാ വന്നല്ലേ? സ്വല്പം. അവന്റെ ഒരു സ്വല്പം ചെട്ടിയാരാൻ കണ്ട സമയത്ത് അറിഞ്ഞിരുന്നില്ലേ നീ ഇപ്പൊ പരലോകത്തെത്തിയേനെ. സൂണണ്ണന്റെ പാർട്ടിയായിരുന്നു. ഏതോ വലിയൊരു കൊട്ടേഷൻ കിട്ടി. അങ്ങനെ അണ്ണ പണക്കാരനായി. എന്താന്ന് കൊട്ടേഷൻ? വല്ലവന്റെ വീട്ടിൽ കയറി മോട്ടിച്ചായിരിക്കും. ആ പങ്കുപറ്റിയതിനെ പോലീസിനെ അന്വേഷിച്ചു വരായിരുന്ന ഭാഗ്യം. അല്ല അതിന്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. അതിനു മുമ്പ് ചെട്ടിയാർ നിന്നെ അങ്ങ് കൊല്ലും. അതിന് എടാ നീ എത്രയും പെട്ടെന്ന് ഇവിടെ രക്ഷപ്പെടണം. നാരുടെ എന്തായി പറയണേ? എടാ കാര്യങ്ങളാകെ കുഴപ്പത്തിലാണ്. എന്താ ഏട്ടാ? ആതിരയുടെ ഭർത്താവിനെ കൊല്ലാനാ അയാൾ എന്നോട് പറഞ്ഞിരിക്കുന്നത്. നിന്നെ അവളെ ടൗണിൽ വെച്ച് കണ്ട കാര്യം അയാൾ അങ്ങനെ അറിഞ്ഞു. അയ്യോ. പിന്നെ നിന്റെ ഗുരുത്തം കൊണ്ട് അവളുടെ ഭർത്താവ് നീയാണെന്ന സത്യം അയാൾ അറിഞ്ഞിട്ടില്ല. പക്ഷെ താമസിക്കാതെ ഒരു ദിവസം അയാൾ അതറിയും. അന്ന് നിന്നെ അയാൾ കണ്ടം തുണ്ടം വെട്ടി പീസാക്കും. ജീവന് കൊതിയുണ്ടെങ്കിൽ അതിനു മുമ്പ് നീ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോ. ജീവനെ കൊതിയില്ലെങ്കിലോ? എടാ നീ എന്തോന്നാടാ ഈ പറയുന്നത്? ചുമ്മാ അതും പറയരുത് കേട്ടോ. അതും ഇതൊന്നും അല്ല, ഞാൻ പറയുന്ന സത്യേട്ടാ. എന്റെ ആതിരക്കുട്ടി ഉപേക്ഷിച്ച് ഞാൻ എങ്ങോട്ടുമില്ല. ആരാന്ന് വെച്ചാ കൊല്ലണമെങ്കിൽ കൊല്ലട്ടെ. അവൾക്ക് വേണ്ടി ചാവാനും ഞാൻ ഒരുക്കുക. എടാ എന്താ നായരേട്ടാ? എനിക്ക് ആതിരയോട് വളരെ ഗൗരവമുള്ള ഒരു കാര്യം പറയാനുണ്ട്. എന്താ? സുനീഷിന്റെ ജീവൻ അപകടത്തിലാണ്. അയ്യോ, എന്തു പറ്റി? ഒച്ച വെക്കല്ലേ. നീ എന്നെ കൂടെ കൊലയ്ക്ക് കൊടുക്കരുത്. ഞാൻ പറയുന്ന മാത്രം അങ്ങോട്ട് കേട്ടാ മതി. നീയും അവനും കൂടെ ടൗണിൽ ചുറ്റിക്കറങ്ങിയ കാര്യം ചെട്ടിയാർ അറിഞ്ഞു. അയ്യോ. സുനീഷിനെ കൈകാര്യം ചെയ്യാൻ ആൾ എന്നെ ഏൽപ്പിച്ചിരിക്കുക. ഭാഗ്യത്തിന് ഈ തോട്ടക്കാരൻ ഗണേശനാണ് നിന്റെ ഭർത്താവ് ആ കോളനിക്കാരനെന്ന് ഈ ചെട്ടിയാർക്ക് ഇപ്പോഴും അറിയില്ല. അത് നിന്റെ അവന്റെ ഗുരുത്വം. ഇന്നല്ലെങ്കിൽ നാളെ ചെട്ടിയാർ ഇതറിയും. അതിനു മുമ്പ് അവനെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തണം. അതെ, എങ്ങോട്ടെങ്കിലും വേഗം പോവാൻ നായരട്ടെ സുനീഷ് ചേട്ടനോട് പറ. ഞാൻ പറയാഞ്ഞിട്ടല്ല കൊച്ചേ, എനിക്കറിയാവുന്ന ഭാഷയിലൊക്കെ ഞാൻ പലവട്ടം പറഞ്ഞു. പക്ഷെ അവൻ കേക്കണ്ടേ? ചത്താലും കൊന്നാലും നിന്നെ വിട്ടുവിടന്ന് പോവില്ലെന്നാ അവൻ പറയുന്നത്. ഇനി എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? നീ തന്നെ അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക്. എന്നിട്ട് വേഗം എങ്ങോട്ടെങ്കിലും ഓടിപ്പോവാൻ പറ. ആലോചിച്ച് നിൽക്കാനൊന്നും നേരമില്ല. ഒന്ന് വേഗം വാ. ആരും കാണാതെ നിന്നെ ഞാൻ അവന്റെ അടുത്ത് എത്തിക്കാം. വാ.